നാമം മഹത്വപ്പെടട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ദൈവപരിജ്ഞാനത്തിൽ വളരുക എന്നതിൻ്റെ 2-ാം ഭാഗം. ദൈവപരിജ്ഞാനത്തിൻ്റെ നിറവിലൂടെ നന്മ പ്രവൃത്തി ഉണ്ടാകുന്നു. അതായത് ദൈവപരിജ്ഞാനത്തിൽ നിറയുന്നവരിൽ നിന്ന് സത്പ്രവർത്തികൾ ഉണ്ടാകുന്നു. ക്രിസ്ത്യാനികൾ ദൈവരാജ്യമെന്ന സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായതിനാൽ ആ വിളിക്കനുസൃതമായ ജീവിതശൈലി അവരിൽ കാണേണ്ടത് അത്യാവശ്യമാണ്. ഒരു ചെടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുവാൻ മഴയും മഞ്ഞും വെയിലും ആവശ്യമായിരിക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതവൃക്ഷം പരിപോഷിക്കപ്പെട്ട് വളർന്ന് പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ നല്ലതും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രയോജനത്തിനായി തീരുവാൻ ദൈവ സംസർഗം വഴി നേടിയെടുക്കുന്ന ദൈവപരിജ്ഞാനത്തിൽ നാം വളരേണ്ടത് ആവശ്യമാണ്. ദൈവപരിജ്ഞാനം കൂദാശകളിലൂടെയുള്ള പങ്കാളിത്തത്തിലൂടെയും ഹൃദയശുദ്ധിയിലും പ്രാർത്ഥനയിലൂടെയും ദൈവസ്നേഹം അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെയും നിരന്തരവും ധ്യാനാത്മകവുമായ വിശുദ്ധ വേദപുസ്തക പാരായണത്തിലൂടെയും മനസ്സിനെ ശാന്തമാക്കി ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന മൗനവ്രതത്തിലും ധ്യാനാത്മക ജീവിതത്തിലൂടെയും ദൈവകൃപയിലൂടെ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളായി ദൈവപരിജ്ഞാനത്തിൻ്റെ അത്യുന്നത ശ്രേണിയിലേക്ക് നാം ഉയർത്തപ്പെടും. ദൈവപരിജ്ഞാനം സത്പ്രവർത്തികളിൽ കൂടി യാഥാർത്ഥീകരിക്കപ്പെടുമ്പോൾ നാം സൃഷ്ടിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവ സാദൃശ്യത്തിൽ വളരുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവ സംസർഗം വഴി ലഭിക്കുന്ന ദൈവപരിജ്ഞാനത്തിൻ്റെ വിത്ത് മുളച്ച് വളർന്ന് നമ്മിൽ നിന്നും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവപരിജ്ഞാനം നേടുകയല്ല, മറിച്ച് ദൈവപരിജ്ഞാനത്തിൻ്റെ ഫലമായി നമ്മിൽ നിന്നും നല്ല പ്രവർത്തികൾ ഉണ്ടാകട്ടെ എന്നും ഇത് നമ്മിൽ സ്ഥിതി ചെയ്യുന്ന ദൈവപരിജ്ഞാനത്തിന് കാരണമായി തീരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ധാർമ്മിക വൈകൃതങ്ങളിൽ ജീവിച്ചുകൊണ്ട് കാരുണ്യപ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് നല്ലവനാകുവാൻ ശ്രമിക്കുകയല്ല, നീതിയോടും വിശുദ്ധിയോടും കൂടി ജീവിച്ച് നന്മ ചെയ്യുവാനാണ് വേദഭാഗം ഉപദേശിക്കുന്നത്. അതെ, നല്ലവനിൽ നിന്നും ഉള്ള നന്മ ഒരു ബഹിർസ്ഫുരണം മാത്രമാണല്ലോ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.